നായകളുടെ ജനന നിയന്ത്രണ ചട്ടം നിലവിൽ വന്ന ശേഷം തെരുവു നായകളെ കൊല്ലുന്നത് തദ്ദേശ സ്ഥാപനങ്ങൾ നിർത്തിയതിനാൽ കഴിഞ്ഞ 15 വർഷങ്ങൾക്കിടയിൽ കേരളത്തിൽ തെരുവുനായകളുടെ എണ്ണത്തിൽ ക്രമാതീതമായ വർധനവുണ്ടായെന്നാണ് സിരിജഗൻ കമ്മിറ്റിയുടെ കണ്ടെത്തൽ. സംസ്ഥാന സർക്കാർ കണക്കുകൾ പ്രകാരം 2015-16 കേരളത്തിൽ 9.23 ലക്ഷം നായകളുണ്ട്. ഇതിൽ 2.68 ലക്ഷം തെരുവുനായ്ക്കളാണ്. നായ്ക്കളുടെ ജനന നിയന്ത്രണം അടിയന്തര പരിഹാരമാർഗമല്ല. ഈ രീതി അവലംബിച്ചാൽ ഫലം കാണാൻ ചുരുങ്ങിയത് 4 വർഷമെങ്കിലും എടുക്കും. പിടികൂടുന്ന നായകളെ അതേ സ്ഥലത്ത് തന്നെ തിരിച്ചുവിട്ടാൽ അത്യന്തം അപകടകരമായ സ്ഥിതിവിശേഷമാണ് ഉണ്ടാവുക. മനുഷ്യനെ മാത്രമല്ല വളർത്തുമൃഗങ്ങളെയും തെരുവുനായ്ക്കൾ ആക്രമിക്കുന്നുണ്ട്. ഇപ്പോഴത്തെ അവസ്ഥ തുടർന്നാൽ സ്ഥിതിഗതികൾ കൈവിട്ടുപോകും. 70% നായ്ക്കളെയെങ്കിലും വന്ധ്യംകരിച്ചാലേ എണ്ണം കുറയ്ക്കാനാകൂ. എന്നാൽ നായ ചട്ടപ്രകാരമുള്ള വന്ധ്യംകരണ പരിപാടി സംസ്ഥാനത്ത് തുടങ്ങിയിട്ടില്ല. അടുത്തിടെ നടത്തിയ ഒരു സർവേ പ്രകാരം 85% പേരും അടിയന്തരമായി നായ്ക്കളെ കൊല്ലണമെന്ന അഭിപ്രായക്കാരാണ്. ജനന നിയന്ത്രണത്തെക്കാൾ നായ്ക്കളുമായി ബന്ധപ്പെട്ട ചട്ടത്തിൽ നിർദ്ദേശിക്കുന്ന മറ്റ് നടപടികളിലൂടെ നായ്ക്കളുടെ എണ്ണം കുറയ്ക്കുകയാണ് വേണ്ടത്. എങ്കിലേ ജനങ്ങൾ സുരക്ഷിതരാണെന്ന ബോധം ഉറപ്പാക്കാനാകൂ. പേവിഷബാധ തടയുന്നതിനുള്ള സുരക്ഷിതമായ വാക്സിന്റെ വില സ്വകാര്യ ആശുപത്രികളിൽ 20,000 രൂപയും സർക്കാർ ആശുപത്രിയിൽ 6,500 രൂപയുമാണ്. വിലക്കൂടുതൽ കാരണം കേരള മെഡിക്കൽ സർവീസ് കോർപ്പറേഷൻ അവശ്യമരുന്ന് പട്ടികയിൽ നിന്ന് നീക്കിയ ഈ വാക്സിൻ പുനഃസ്ഥാപിച്ചാലും സർക്കാരിന് വൻ സാമ്പത്തിക ബാധ്യതയാകും. സാമ്പത്തിക വശം നോക്കുമ്പോഴും നായ്ക്കളുടെ എണ്ണം കുറയ്ക്കുന്നതാണ് ഉചിതം. അതേസമയം നിരവധി തവണ ആവശ്യപ്പെട്ടുവെങ്കിലും സംസ്ഥാന സർക്കാർ അടിസ്ഥാന സൗകര്യം നൽകിയിട്ടില്ലെന്ന് കമ്മീഷൻ കുറ്റപ്പെടുത്തി. 2001 മുതൽ ഓരോ വർഷവും തെരുവുനായകളുടെ എണ്ണത്തിലുണ്ടാകുന്ന വർധനവ് പരിശോധിക്കാൻ ശ്രമിച്ചുവെങ്കിലും സർക്കാർ കണക്കുകൾ നൽകിയില്ലെന്നും റിപ്പോർട്ടിൽ ആരോപിച്ചിട്ടുണ്ട്. തെരുവുനായ്ക്കളെ കൊല്ലരുതെന്ന മൃഗക്ഷേമ ബോർഡിന്റെ കടുത്ത നിലപാടിനിടെയാണ് നിലവിലെ നായ്ക്കളുടെ എണ്ണം അടിയന്തരമായി കുറയ്ക്കണമെന്ന സിരിജഗൻ കമ്മിറ്റിയുടെ റിപ്പോർട്ട്. കമ്മിറ്റിയുടെ ശുപാർശകൾ അംഗീകരിക്കാൻ സുപ്രീംകോടതി തയ്യാറാകുമോ എന്നാണ് അറിയേണ്ടത്. ഡൽഹിയിൽ നിന്നും എം ഉണ്ണികൃഷ്ണൻ, ന്യൂസ് 18.